നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മെമ്മറി കാർഡ് പരിശോധിച്ച കേസിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന് ഹൈക്കോടതിയിൽ ദിലീപ് അപ്പീൽ നൽകിയതിനെതിരെയാണ് ഭാഗ്യലക്ഷ്മി പ്രതികരണവുമായി എത്തിയത്. മൊഴിപ്പകർപ്പ് കൊടുക്കരുതെന്ന് പറയാൻ ദിലീപ് ആരാണെന്ന് ഭാഗ്യലക്ഷ്മി തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. കയ്യിൽ പണമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നാണോ ദിലീപ് കരുതുന്നത്? മൊഴിപ്പകർപ്പ് അതിജീവിതയുടെ അവകാശമാണ്, അത് ദിലീപിന്റെ ഔദാര്യമല്ല. മൊഴിപ്പകർപ്പ് ദിലീപ് നിർമ്മിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ല. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മൊഴിപ്പകർപ്പ് കൊടുക്കാൻ ദിലീപ് പറയണം. അതല്ലേ വേണ്ടത്? കൊടുക്കരുതെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അധികാരം? അത് കോടതി പറയട്ടെ. മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കോടതിയിൽ പരാതി നൽകിയത് അവളാണ്. അപ്പോൾ അതിന്റെ റിപ്പോർട്ടിന്റെ അവകാശം അവൾക്കല്ലേ? മൊബൈൽ പരിശോധന വേണ്ട, കേസ് പുനരന്വേഷണം വേണ്ട, മെമ്മറി കാർഡ് പരിശോധിക്കണ്ട, അതിജീവിതയുടെ പരാതി എടുക്കണ്ട. ഇതെന്താണ്? താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കേസ് ഏതറ്റം വരെയും പോകട്ടെ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കുകയല്ലേ വേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു. അതിജീവിതയ്ക്കെതിരെ 8ാം പ്രതിയും നടനുമായ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണം റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന ഉത്തരവിനെതിരെ നൽകിയ അപ്പീലാണ് അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ 8ാം പ്രതി ദിലീപ് കക്ഷിയല്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ടോ മൊഴിപ്പകർപ്പോ ലഭിക്കുന്നതിനെ എതിർക്കാനാവില്ലെന്നാണ് അതിജീവിതയുടെ വാദം. വസ്തുത അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്നത് നിയമവിരുദ്ധമെന്നാണ് 8ാം പ്രതി ദിലീപിന്റെ വാദം. മെമ്മറി കാർഡിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് തീർപ്പാക്കി. ഇതേ ഹർജിയിൽ പുതിയ ആവശ്യങ്ങളുമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനാവില്ല. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ഉത്തരവിറക്കിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് 8ാം പ്രതി ദിലീപിന്റെ വാദം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയുടെ ഹർജിയെ അതിജീവിതയുടെ അഭിഭാഷകൻ എതിർക്കും. വസ്തുത അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ലെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. അന്വേഷണ റിപ്പോർട്ട് പോലെ തന്നെ റിപ്പോർട്ടിന് ആധാരമായ മൊഴികളും ലഭിക്കേണ്ടതും നിയമപരമായ അവകാശമാണെന്നാണ് അതിജീവിതയുടെ നിലപാട്. മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിനെ എതിർക്കാൻ 8ാം പ്രതി ദിലീപിന് അവകാശമില്ല. മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിലെ നടപടിക്രമങ്ങളിൽ 8ാം പ്രതി കക്ഷിയല്ല. ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ടോ മൊഴിപ്പകർപ്പോ ലഭിക്കുന്നതിനെ ദിലീപിന് എതിർക്കാനാവില്ലെന്നുമാണ് അതിജീവിതയുടെ വാദം. അപ്പീൽ വഴി ദിലീപിന്റെ താൽപര്യം എന്തെന്ന് വ്യക്തമാക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടും. അപ്പീലിൽ എതിർപ്പ് അറിയിക്കാൻ അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ ഹാജരാകും. ജസ്റ്റിസുമാരായ എൻ നഗരേഷ്, PM മനോജ് എന്നിവർ ഉൾപ്പെടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. 2018 ഡിസംബർ 13-ന് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്കാണ്. ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായാണ്. രാത്രി 10:58-നാണ് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ശിരസ്തദാറിന്റേതാണെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. ശിരസ്തദാർ താജുദ്ദീന്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ച ശിരസ്തദാറിന്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട്.